ക്രിയേഷൻ ഓഫ് ഗോഡ്സ് എന്ന് പറഞ്ഞൊരു ചൈനീസ് പടമാണ്. ഇത് കഴിഞ്ഞ വർഷം തിയേറ്ററിൽ ചൈനയിൽ റിലീസ് ചെയ്തത്. ഞാൻ ഇന്ത്യയിൽ ഐ തിങ്ക് കഴിഞ്ഞ മാസം അവസാനമൊക്കെയാണ് ഇവിടെ റിലീസ് ചെയ്തത്. തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, അത് നല്ല മിസ്സായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇത് ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. കിടിലം പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പടം. ഹെവി മേക്കിംഗ് ആണ്, കിടിലം VFX ആണ്, ടോപ്പ് നോച്ച് ക്വാളിറ്റിയുള്ള സാധനം. ആൻഡ് ഇതൊരു 16th സെഞ്ച്വറി ചൈനയിൽ നടക്കുന്ന ഒരു മിത്തോളജി, ഫോക്ലോർ, ഫാൻറ്റസി, ഹിസ്റ്റോറിക്കൽ മൂവിയാണെന്ന് പറയുമ്പോൾ എല്ലാത്തിനും കൂടി ഒരു ബ്ലെൻഡാണ്. സാധാരണ ഒരു നോർമൽ രണ്ട് ഡൈനാസ്റ്റി തമ്മിലുള്ള യുദ്ധം, അതിനിടയിൽ എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഗോഡ്സ് തന്നെ ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ ചർച്ച ചെയ്ത് പോകുന്നത്. സോ ഒരു ചൈനീസ് മിത്തോളജി പ്ലസ് അവിടുത്തെ ഉള്ള ഒരു ഫോക്ലോർ ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ എപ്പിക് വാർ മൂവി പോകുന്നത്. ആൻഡ് അതിന് മേക്കിംഗ് ഒരു രക്ഷയില്ല. ഹെവി എന്ന് പറഞ്ഞാൽ ഒരു 10,000 പേരെ വെച്ചിട്ടെന്താണ് ഒരു കാസ്റ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ മുഴുവൻ എടുത്തിട്ടുള്ളത്. അറൗണ്ട് ഒരു 10 വർഷം എടുത്തു ഇതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ ബാക്കിയുള്ള വർക്കുകളൊക്കെ കഴിയാൻ. ദെൻ ഒരു 2,000 പേരെന്തോ കാസ്റ്റ് തന്നെയുണ്ട്, അതായത് നോർമൽ പേരുള്ള ആക്ടേഴ്സ് തന്നെ. സോ ഇങ്ങനത്തെ ഒരു വലിയ സെറ്റപ്പിലുള്ള ഒരു വലിയ സ്കെയിലുള്ള ഒരു ബ്രഹ്മാണ്ഡ സാധനമാണ്. ആൻഡ് ആ ഒരു ഗ്രാൻഡ് സ്കെയിൽ, ആ ഒരു എപ്പിക് നേച്ചർ ഓരോ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സിനിമ ചർച്ച ചെയ്യുന്ന ആ ഒരു കഥാ പ്ലോട്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതിൻ്റെ ആ ഒരു വിഷ്വൽ ക്വാളിറ്റിയാണ് എന്നെ ഞെട്ടിപ്പിച്ചത്. ഇതൊരു പക്ക IMAX സ്ക്രീനിലൊക്കെ കാണേണ്ട, അതും വിത്ത് 3D ഗ്ലാസ്സൊക്കെ വെച്ച് കാണേണ്ട ഒരു കിടിലൻ സാധനമായിട്ട് തോന്നി. അത് മിസ്സായി, തിയേറ്ററിൽ നിന്ന് മിസ്സായി. ഇത് ഇങ്ങനെ റിലീസ് വല്ലതുണ്ടെങ്കിൽ കണ്ടു നോക്കണം. കാരണം ഇത് അത്ര ഗംഭീര സ്റ്റഫ്. എനിക്ക് ആ ഒരു ജസ്റ്റ് ഒരു നോർമൽ ലാപ്പിൻ്റെ മോണിറ്ററിൽ കണ്ടിട്ട് അത് ഫുൾഫിൽ ആയെങ്കിൽ തിയേറ്ററിൽ കണ്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ആൻഡ് ചൈനയിലെ ഏറ്റവും അധികം പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂടുതലുള്ള ഏറ്റവും ചിലവേറിയ സിനിമകളിൽ ഒന്നുകൂടിയാണ് ഇതിപ്പോൾ. ആൻഡ് അത്രയും ടൈം എടുത്ത് അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈച്ച് ആൻഡ് എവറി സ്ക്രീൻ, ഈച്ച് ആൻഡ് എവറി ഫ്രെയിമിൽ ഇരുന്ന് പണിയെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി, എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു 2 സെക്കൻഡിന് വരുന്നൊരു ഫ്രെയിമിലടക്കം ഇവർ ചെയ്തിട്ടുള്ള ആർട്ട് വർക്ക്, അതിന് കൊടുത്തിട്ടുള്ള ഇൻപുട്ടൊക്കെ തന്നെ വ്യക്തമായിട്ട് നമുക്ക് സിനിമയിൽ കാണുന്നുണ്ട്. സോ സെറ്റ് ഡിസൈനും ബാക്കി സെറ്റ് മാത്രമല്ല, കുറേ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ട്, VFX ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെ നമുക്ക് ഫീൽ ചെയ്യില്ല ഏതാണ് ഒറിജിനൽ, ഏതാണ് ഈ ഒരു VFX വെച്ചിട്ടുള്ള സാധനമാണെന്ന് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്ര കിടിലായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. സോ പൈസ കുറേ ഉണ്ടെങ്കിലും ആ പൈസ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൊരു പടം. ആൻഡ് ഇതിൽ കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിന് കൊടുത്തുള്ള ക്യാരക്ടർ ഡിസൈൻ, ഒരു ചെറിയ കുട്ടിയുണ്ട്, ഒരു ചെറിയ ഗോഡ് ലൈക്ക് ആയിട്ടുള്ളൊരു ചെറിയ കുട്ടി. ആ ഒരു കുട്ടിയുടെ മാനറിസവും ആ കുട്ടി ഉപയോഗിക്കുന്ന ഒരു റിങ് പോലത്തെ ഒരു സാധനമൊക്കെ നമ്മൾ ഷാങ്ചിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സാധനം, അതിന് കൊടുത്തിട്ടുള്ള ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് ഡിസൈനൊക്കെ ഉണ്ട്. അതിങ്ങനെ പറന്ന് ചാടി പോകുമ്പോൾ ഒരു ചെറിയ സൗണ്ട് വരും, ഹെവി. അങ്ങനത്തെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് മിക്സിങ് മുതൽ ഇതിൻ്റെ ഓരോ ഈച്ച് ആൻഡ് എവരി ഫ്രെയിം കിഡിലായിട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രഹ്മാണ്ഡ ഐറ്റം എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഈ സിനിമ ഭയങ്കര കംപ്ലീറ്റ്ലി ഫുൾഫിൽഡായി, കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയി. എനിക്കിത് ശരിക്കും തിയേറ്ററിൽ കാണണമെന്ന് തോന്നി കണ്ടു കഴിഞ്ഞപ്പോൾ. ഇതൊരു 3 പാർട്ട് മൂവിയുടെ ആദ്യ പാർട്ട് മാത്രമാണ്. അതിന് ഒരു ബാക്ക് ടു ബാക്ക് ആയിട്ട് 2ഉം 3ഉം എടുത്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് മൂവി ഈ വർഷം ഇറങ്ങുന്നൊക്കെയാണ് പറയുന്നത്, 2024. അറിയില്ല, ഒഫീഷ്യലായിട്ടൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അടുത്ത വർഷവും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷമൊക്കെ ആയിരിക്കും ഇറങ്ങുക. സോ സെക്കൻഡ് ആൻഡ് തേർഡ് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരു 3 മൂവി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഒരു എപ്പിക് സ്കെയിലുള്ള ഒരു ബ്രഹ്മാണ്ഡ ഫാൻറ്റസി മിത്തോളജിക്കൽ സിനിമയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. എനിക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ജോണർ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അല്ലാതെ കണ്ടാൽ ഈ എന്തൊക്കെയാണ് ഇതിൽ കാണിക്കുന്നതെന്ന് തോന്നും. പക്ഷേ ഞാനീ പറഞ്ഞാൽ മിത്തോളജിയാണ്, ചൈനീസ് മിത്തോളജി, ഫാൻറ്റസി സാധനങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഇങ്ങനത്തെ കുറേ സാധനമുണ്ട് ചൈനയിൽ. ഇതല്ല, നിങ്ങൾ ഇത് തന്നെ തപ്പി നോക്കി തന്നെ, അല്ലെങ്കിൽ ഈ ഒരു റെക്കമെൻഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് തന്നെ ഒരു ലിസ്റ്റ് ഓഫ് ചൈനീസ് മിത്തോളജിക്കൽ മൂവീസ് വരും, ഇതേപോലത്തുള്ള ഫാൻറ്റസി സാധനങ്ങൾ. പക്ഷെ മോസ്റ്റ് ഓഫ് ദം, ടു ബി ഫ്രാങ്ക്, മോസ്റ്റ് ഓഫ് ദം അതിലൊക്കെ തന്നെ VFX വളരെ പൂറായിരിക്കും. വലിയ നല്ല അവരുടെ സെറ്റപ്പും സ്റ്റോറി ലൈനൊക്കെ അടിപൊളിയാണെങ്കിലും VFX വൻ ഷോക്കായിട്ടാണ് എനിക്ക് മറ്റുള്ള മിക്ക മൂവീസിലും തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ചൈനയിൽ ഇപ്പോൾ ഇതേ പ്ലോട്ട് പോലെയുള്ള ഒരു കൊറിയൻ മൂവി ഉണ്ട്, മറ്റേ അലോങ് വിത്ത് ദ ഗോഡ്സ്. അതൊക്കെ കിട്ടുന്ന സാധനമാണ്, പക്ഷെ അത് കൊറിയ. ഞാൻ ഈ ചൈനീസ് കാര്യം പറഞ്ഞു. സോ ചൈനീസ് സാധനങ്ങളിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ സിനിമകളിൽ ഒന്നും കൂടിയാണെന്ന് പറയാം. വേറെ കുറേ ഉണ്ട്. ഞാൻ ഈ ഫാൻറ്റസി മോഡിലുള്ള ആ ഒരു VFX നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് ഫൈനസ്റ്റ് ചൈനീസ് മൂവീസ് എന്ന് പറയാം. കിടിലൻ സാധനം, ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു, കണ്ടു നോക്കുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അഭിപ്രായം പറയാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.